വിഷ അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മിഷൻ ലോക്കോ പൈലറ്റ് 2026ന്റെ മാത്സിന്റെ സ്ട്രാറ്റജി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒരു ലോക്കോ പൈലറ്റ് ആവാനുള്ള ഒരു സ്വപ്നവുമായിട്ടായിരിക്കും ഈ വീഡിയോ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് മാത്സിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2025 ക്വസ്റ്റ്യൻസ്, 2025 മാത്സ് 2025 എക്സാംസ് ഈ വർഷമാണ് നടത്തിയത്. ഈ വർഷത്തിൽ മാത്സിന്റെ റീസണിങ് ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് അത്യാവശ്യം കൂടുതലായിരുന്നു. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ 55+ ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട്, മാത്സും റീസണിങ്ങും മാത്രം. അപ്പോൾ ചില ഷിഫ്റ്റുകളിൽ അത് 65 വരെയും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാത്സും റീസണിങ്ങും അത്യാവശ്യം ഫുൾ മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്കുള്ളതൊരു സയൻസ് ടോപ്പിക്കാണ്. സയൻസ് അത്യാവശ്യം നമ്മൾ +1 +2 അതേപോലെ തന്നെ 10ാം ക്ലാസ് വരെയുള്ള സയൻസ് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അവിടെയും അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് നമ്മുടെ ഈ ഒരു ലോക്കോ പൈലറ്റിന്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങൾ എല്ലാവരും ഈ ഒരു ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കണ്ടൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത നോക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ തന്നെ റിസൾട്ടുകളാണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഏകദേശം 15ഓളം റിസൾട്ട് നമുക്ക് ഇവിടെ നിന്നുണ്ട്. അതിൽ ഇപ്പോൾ അടുത്തത് നിങ്ങളായിരിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രാറ്റജി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഈ ഒരു പൊസിഷനിൽ നാളെ 2027ന്റെ പോസ്റ്ററിൽ നിങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കൃത്യമായിട്ടൊരു രീതി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതും ഇതിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നൊരു ടൈമാണ്, പക്ഷേ ലാഗ് ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ വർഷത്തെ നിങ്ങൾ ഒരു രീതി പാറ്റേൺ വെച്ച് നോക്കരുത്. ഇപ്പോൾ 2024ന്റെ എക്സാം ഒക്കെ ഒരു വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു പ്രിലിംസ് എക്സാം നടത്താനായിട്ട്. പക്ഷെ 2025 ആയപ്പോൾ മാസങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഒരു 3 മാസം അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 2026 വരുമ്പോഴും നിങ്ങൾക്ക് അത്രയും ഗ്യാപ്പ് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മേ ബി ഈ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് മേ ബി 1 or 2 മന്തിനിടയ്ക്ക് തന്നെ എക്സാം വരാം. അതുകൊണ്ട് തന്നെ സ്പീഡപ്പ് ചെയ്യുക, പ്രിപ്പറേഷൻസ് മാക്സിമം സ്പീഡപ്പ് ചെയ്യാൻ നോക്കുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ 1 ആയിട്ട് തന്നെ കണക്ക് കൂട്ടിക്കോളൂ. എക്സാമിന് പഠിക്കുന്നതിൻ്റെ ഡേ 1 ആണെന്ന്. ഓക്കെ, ആസ് എ ബിഗിനർ ആണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല, അത്യാവശ്യം പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക് തന്നെയാണ്. നമുക്ക് മാത്സിൽ പഠിക്കാനുള്ളത്, ഞാൻ മാത്സിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് കാരണം മാത്സിന്റെ സ്ട്രാറ്റജി വീഡിയോ ആയതുകൊണ്ടാണ്. അപ്പോൾ മാത്സിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ മാത്സിനെ 2 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അരിത്തമാറ്റിക്കും ഉണ്ട്, അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് മാത്സും ഉണ്ട്. ഇപ്പൊ ALPയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് മാത്സിന് ചെറിയ ക്വസ്റ്റ്യൻ മീൻസ് അത്ര വെയിറ്റേജ് വരുന്നില്ല. ഇപ്രാവശ്യം അങ്ങനെയാണ്, അടുത്ത പ്രാവശ്യം അങ്ങനെ ആവുമോ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും അഡ്വാൻസ്ഡ് മാത്സ് അത്യാവശ്യം ഓപ്ഷൻ വൈസ് ഒക്കെ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. പിന്നെ അരിത്തമാറ്റിക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിക്കണം. അതും വെയിറ്റേജ് കൂടിയ ചില ടോപ്പിക്സ് ഉണ്ട്, അത് കവർ ചെയ്യുക ഫസ്റ്റ്. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള ടോപ്പിക്സ്. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്നാ സ്ട്രാറ്റജി ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 25+ ക്വസ്റ്റ്യൻസ് ആണ് മാത്സ് എന്ന് തന്നെ ചോദിച്ചത്. 26, 27, 28 ആ ഒരു റേഞ്ചിലാണ് എല്ലാ ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ പ്രാവശ്യം ഒരു 20 ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോഴ് ഈ ഒരു റേഞ്ചിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. 20ന്ന് ഒരു 5 or 6 കൂടി, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ടോപ്പിക്സ് ക്ലിയർ ചെയ്ത് പഠിക്കുക, അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ,
ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ഓൺ അരിത്തമാറ്റിക്. ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അരിത്തമാറ്റിക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു അരിത്തമാറ്റിക് എന്നാണ് വെയിറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ തന്നെ ചില ടോപ്പിക് ഉണ്ട്, ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ടോപ്പിക് ഉണ്ടല്ലോ, ഇത്രയും ടോപ്പിക് ഹൈ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സ് ആണ്. ഇപ്പൊ ഞാനിവിടെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് എഴുതാത്തേന്ന് പറഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം പെർസെൻറ്റേജ് എന്ന് തന്നെ ഒരു 12ഓളം ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഹൈ എന്ന് പറയാൻ കാരണം ഇത് ഇത്രയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും എടുത്ത് പറയാനായിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കണമെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫേസ് പോകുന്നതെന്ന് പറഞ്ഞാൽ സൗണ്ട് ഓക്കെ ആണോ എന്ന് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഹൈ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സ് തന്നെയാണ്. നിങ്ങൾ ഇത്രയും കവർ ചെയ്താൽ തന്നെ, ഇപ്പൊ പെർസെൻറ്റേജും റേഷ്യോയും കവർ ചെയ്താൽ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്കും സ്പീഡും ഡിസ്റ്റൻസും ഒക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി എന്നും വിചാരിക്കരുത്. ഹൈ പ്രയോറിറ്റി ആണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ആൻസർ നമ്മൾ എഴുതേണ്ടതാണ്. അത് അത്രയും കവർ ചെയ്ത് ഇപ്പൊ മാത്സും റീസണിങ്ങും അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റിയാൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊരു നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇനിയുള്ള കാലത്ത് കട്ട് ഓഫ് മേ ബി കൂടുതലായിരിക്കും, കാരണം എല്ലാവരും പഠിക്കും. ഓക്കെ, അതുകൊണ്ട് നല്ല രീതിക്ക് എനിക്ക് ഇത്ര മതി, എനിക്ക് അത്ര കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു പോകരുത്. നല്ല ടോപ്പ് മാർക്ക് തന്നെ എനിക്ക് വാങ്ങണം എന്ന് പറഞ്ഞു തന്നെ പോവുക. പിന്നെ പ്രിലിംസിന്റെ മാർക്ക് നിങ്ങൾക്ക് അറിയാലോ, പ്രിലിംസിന്റെ മാർക്ക് എടുക്കത്തില്ല, ടയർ 2ന്റെ മാർക്കാണ് എടുക്കുന്നത്. ടയർ 2നും മാത്സിനും സെയിം ടോപ്പിക്സ് തന്നെയാണ് വരുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല. വെയിറ്റേജ് ഈ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ മാത്സ് ഇപ്പൊ പഠിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിലിംസിന് ഉപകാരം ചെയ്യും, മെയിൻസിന് ഉപകാരം ചെയ്യും. മെയിൻസിന് നമ്മൾ നല്ല രീതിക്ക്, പ്രിലിംസിന് പഠിക്കേണ്ടെന്നല്ല, പ്രിലിംസ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് മെയിൻസ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള പ്രിപ്പറേഷൻ, ഈ ഒരു ടോപ്പിക്കിന് വെയിറ്റേജ് കൂടുതലാണ്, അത് ഫോക്കസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി ബാക്കി ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മാത്സിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്പീഡ് മാറ്റർ ചെയ്യും. സ്പീഡും ആക്യുറസിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടതാണ്. ഇപ്പോൾ ഒരാൾക്ക് ആക്യുറസി കൂടുതലാണ്, സ്പീഡ് ഇല്ലെങ്കിൽ കാര്യമില്ല. അതേപോലെ തിരിച്ചാണെങ്കിലും പറ്റത്തില്ല. അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സാം സക്സസിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്താലേ പറ്റും. അതും മോക്ക് ടെസ്റ്റ് എടുത്ത് ടൈം മാനേജ്മെന്റ് പഠിച്ച് മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് പിക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ വരണം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പിക്ക് ചെയ്താൽ എനിക്ക് ഇത്ര മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ പറ്റും. ആ ഒരു ഐഡിയ വരണമെന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇനി അടുത്ത സ്പീഡ് ആൻഡ് ആക്യുറസി ആണ് പിന്നെ ക്രൂഷ്യൽ ആയിട്ട് വരുന്നത്. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ആക്യുറസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് എത്ര, 3 പോയിന്റ് 1/3 പോർഷൻ ഓഫ് ദ മാർക്ക് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ആക്യുറസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാരി വലിച്ച് ഈ ഓപ്ഷൻ കണ്ടിട്ട് കുത്തി എഴുതി പോകരുത്. കറക്റ്റ് ആയിട്ട് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രമേ എഴുതി പോകാവൂ. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തത്, അപ്പൊ ഇത്രയും പറയുമ്പോൾ തന്നെ ഏകദേശം എല്ലാം കവർ ചെയ്തു. ഇനി ഫസ്റ്റ് നിങ്ങൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആദ്യം അരിത്തമാറ്റിക്, ഒരു മിനിറ്റ്, അരിത്തമാറ്റിക് ഫുള്ളി കവർ ചെയ്യുക, അതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അരിത്തമാറ്റിക് ഫുള്ളി കവർ ചെയ്യുക. പിന്നെ ഡെയിലി ആ കാൽക്കുലേഷൻ ഇപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരു ദിവസം മാത്സ് പഠിച്ചിട്ട് 2 ദിവസം പഠിക്കേണ്ടെന്നൊന്നും വിചാരിക്കരുത്. ഇനിയുള്ള ഈ ഡേ 1 ആണ് ഇത്. ഇന്ന് മുതൽ എല്ലാ ദിവസവും മാത്സ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, എല്ലാ ദിവസവും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്സ് തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ 2 മണിക്കൂറോളം ഒക്കെ പഠിക്കാം മാത്സ്. അങ്ങനെ പഠിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 1 മാസം ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും. കാരണം അത്രയും നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും, അത്രയും സ്പീഡ് ആൻഡ് ആക്യുറസി കൂടും. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്ക്വയേഴ്സ്, ക്യൂബ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാതെ പഠിക്കുക. ടേബിൾസ് പെട്ടെന്ന് പറയാൻ പറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാം. ഓക്കെ, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം സോൾവ് ചെയ്ത് പഠിച്ചാൽ മതി. വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിടുന്ന മേക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കാൻ നിൽക്കേണ്ട. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫുള്ള് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ഒക്കെ ടെലിഗ്രാമിൽ നിന്നൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് ഫുള്ള് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക.
ഓക്കെ, ഇനി അടുത്തത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മോക്ക് ടെസ്റ്റ് എടുക്കാതെ ഇപ്പൊ ഒരു ചാപ്റ്റർ തീർന്നിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ആദ്യം മുതലേ സെറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. എന്നിട്ട് ടോപ്പിക്സ് എല്ലാം കഴിയുമ്പോൾ ഫുൾ മോക്ക് എടുത്ത് പോവുക. എക്സാമിന് മുമ്പ് തന്നെ മാക്സിമം നമ്പർ ഓഫ് ഫുൾ മോക്സ് എടുത്ത് കഴിഞ്ഞിരിക്കണം. ഓക്കെ, അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഫുൾ മോക്ക് ആദ്യമേ തീർക്കുക. പിന്നെ അഡീഷണൽ ആയിട്ട് അവരിടുന്ന ആ ടെസ്റ്റ്, ഇപ്പോൾ ഏത് ആപ്പാണ് എടുക്കുന്നത് ആ ആപ്പുകാരിടുന്ന അഡീഷണൽ ക്വസ്റ്റ്യൻസും കൂടെ മോക്ക് ടെസ്റ്റും കൂടെ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി റിവൈസ് ഫോർമുല റെഗുലർലി. ഫോർമുലാസ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ഒരു ബുക്കിലോട്ട് എഴുതി വെച്ചേക്കുക. എന്നിട്ട് അത് റെഗുലർലി നിങ്ങൾ റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് ഫോർമുലാസ് പഠിക്കാത്ത ആൾക്കാരെല്ലാം 1-2 വരുമല്ലോ, അതെങ്കിലും റിവിഷൻ ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങളെല്ലാം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇനി സ്ട്രാറ്റജിയാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 തൊട്ട് 10 ദിവസം വരെ അരിത്തമാറ്റിക് തീർക്കുക. ഞാനിത് പറയുമ്പോൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ 1 to 10 ദിവസമേ ഉള്ളൂ. അത് ഇപ്പൊ 2 മാസം കൊണ്ട് സ്ട്രാറ്റജി പ്ലാൻ 30 ദിവസത്തെ വേണമെങ്കിൽ 2 മാസത്തേക്ക് ആക്കാം, അതിൽ കൂടുതൽ. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പറയുവാണ് 30 ദിവസത്തെ പ്ലാനാണ് ഞാനിപ്പോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു 60 days ആക്കി മാറ്റാം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, പ്ലാൻ ഇങ്ങനെ പഠിച്ചു പോവാം എന്ന് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ ഒരു ടൈം ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 2 മാസം കൊണ്ട് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ പഠിച്ചു പോവാം. ഓക്കെ, അപ്പോ ഞാൻ ആദ്യമേ അഡ്വാൻസ്ഡ് അരിത്തമാറ്റിക് ഫസ്റ്റ് പഠിച്ചു തീർക്കുക. പിന്നെ അഡ്വാൻസ്ഡ് മാത്സിന്റെ അരിത്തമാറ്റിക് പഠിച്ചു തീർന്നിട്ട് അതിന്റെ പ്രാക്ടീസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നല്ല ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൾജിബ്ര, ജോമെട്രി അതും കൂടെയൊക്കെ പഠിച്ചിട്ട് പിന്നെ ട്രിഗ്നോമെട്രിയും പഠിക്കണം കേട്ടോ, അതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. ട്രിഗ്നോമെട്രിയും കൂടെ പഠിച്ചിട്ട് പിന്നെ മോക്കും റിവിഷനുമാണ് ചെയ്യേണ്ടത്. ഒരു 6 മാസം, ഒരു 6 മാസം അല്ല 60 ദിവസം കൊണ്ട്. അപ്പം നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 60 ദിവസം ആക്കുക. 30 ദിവസത്തെ പ്ലാൻ ആണ് ഇട്ടേക്ക്. നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ ദിശ അക്കാഡമിയുടെ ചാനൽ എന്തായാലും ഉറപ്പായിട്ടും വേണ്ട കാര്യങ്ങളും സ്ട്രാറ്റജീസും എല്ലാം പറഞ്ഞുതരും. ഫ്രീ ക്ലാസ്സിൽ തന്നെ പറഞ്ഞുതരും. ഓക്കെ, ടെൻഷൻ ആവണ്ട, നമുക്കെല്ലാം ഒരുമിച്ച് പഠിച്ച് തന്നെ പോവാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ഓക്കെ, അപ്പോൾ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെന്റേഴ്സ് 5 സ്ഥലത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്പർ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അത് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്കും ഒരു ലോക്കോ പൈലറ്റ് ആവാനായിട്ട് സാധിക്കും. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഞാൻ ആദ്യമേ പറയുന്നു, നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രം ലോക്കോ പൈലറ്റ് എക്സാം നോക്കിയാൽ മതി. ആദ്യമേ പറയേണ്ട കാര്യമായിരുന്നു, പക്ഷേ പറയാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മെഡിക്കലി ഫിറ്റ് ആണോ നിങ്ങൾ ആദ്യമേ പോയി ഐ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഐ ടെസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇതിന് പ്രിപ്പയർ ചെയ്യുക. കാരണം മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് കണ്ണിൻ്റെ കാര്യമാണ് മെയിനായിട്ട് വരിക. ഫിറ്റ് ആണെങ്കിൽ മാത്രമേ അവർ സെലക്ട് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അവർ ഒന്നും വിചാരിക്കത്തില്ല, റിജക്റ്റ് ചെയ്ത് കളയും. അപ്പോൾ നമുക്കൊരു മാനസികമായിട്ട് അത് പെട്ടെന്ന് ബുദ്ധിമുട്ട് വരും. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. പ്രിലിംസ് ക്ലിയർ ചെയ്ത്, മെയിൻസ് ക്ലിയർ ചെയ്ത്, സൈക്കോമെട്രി ക്ലിയർ ചെയ്ത്, എന്നിട്ടാണ് നമ്മൾ മെഡിക്കലി ഫിറ്റ് അല്ലെന്ന് അറിയുന്നതെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യമേ ചെന്നൊരു ഐ ടെസ്റ്റ് ചെയ്യുക. ഒരു 200 രൂപയൊക്കെ കൊടുത്താൽ നമ്മൾ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. 2 കണ്ണിലും പവർ ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എക്സാം എഴുതാൻ വരാവൂ. അതേപോലെ എല്ലാം ഫുൾ ചെക്കപ്പ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നം, ആദ്യം വേണ്ടത്, മെയിൻ ആയിട്ട് വേണ്ടത് കണ്ണാണ് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആണോ എന്ന് നോക്കുക. ഓക്കെ, അത് ഫസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളോട് ഉറപ്പായിട്ടും ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ വർഷം ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കാണാം. Okay, thank you.